ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. അത് രേവതി നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. രേവതി നക്ഷത്രക്കാർക്ക് 2024 വിഷുവിന് ശേഷം അപ്രതീക്ഷിതമായ ചില വിജയങ്ങൾ വന്നിച്ച്. വിഷു എന്ന് പറയുമ്പോൾ 2024 ഏപ്രിൽ മാസം 14-ാം തീയതിയാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. എന്നിരുന്നാലും 2024 ഏപ്രിൽ മാസം 13-ാം തീയതി, അതായത് കൊല്ലവർഷം 1199-ാം ആണ്ട് മീനമാസം 31-ാം തീയതി ശനിയാഴ്ച രാത്രി 8:51 മകയിരം നക്ഷത്രം 4-ാം പാദമായിട്ട് ശുക്ലപക്ഷത്തിലെ ഷഷ്ടിതിഥിയും വരാഹകരണവും ശോഭന നിത്യവും ഉള്ളപ്പോൾ ആകാശഭൂതോദയം കൊണ്ടാണ് മേടം രാശിയിലേക്ക് രവി സംക്രമം. ആദിത്യൻ മേടം രാശിയിലേക്ക് മാറുന്ന ആ സമയം, അതാണ് വിഷു ആഘോഷിക്കുന്നത്. അത് നമ്മൾ 14-ാം തീയതിയാണ് ആഘോഷിക്കുന്നത് എങ്കിലും രവി സംക്രമിക്കുന്ന ആ സമയത്തെ നോക്കിയാണ് വിഷുഫലം പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷത്തേന് അത്യപൂർവമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചെയ്യും. ആരോഗ്യപരമായിട്ട് വളരെ ഉയർച്ചയിലെത്തിച്ച്. അതുപോലെ തന്നെ പ്രധാനമാണ് വിദ്യാഭ്യാസ വിജയം. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ ചൊല്ല്. സമ്പത്ത് വന്നു ചേരുക, സമൃദ്ധി വന്നു ചേരുക, അതാണ് വിഷുവിൻ്റെ ഒരു അടയാളം തന്നെ. കാർഷിക രംഗത്തെ സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും ഒരു ആഘോഷമാണ് വിഷു. അങ്ങനെയുള്ള വിഷു ആഘോഷിക്കുമ്പോൾ കർഷകർക്കും ഈ ഒരു വർഷം വളരെ നല്ലതാണ്. കാലാവസ്ഥ വളരെ നന്നായി, അതായത് ആവശ്യത്തിന് വേനൽക്കാലവും മഴക്കാലവും മഞ്ഞുകാലവും ലഭിക്കുന്ന ഒരു വർഷമാണ്. കൃഷിക്കാർക്ക് നല്ല വിളവ് കിട്ടുകയും കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിനും അനുസരിച്ച് വിളവ് കിട്ടുന്നതോടൊപ്പം വിളകൾക്ക് നല്ല വിലയും കിട്ടും. അത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള വിളകൾ, അത് നാണ്യവിളകൾക്കും ആകാം. നാണ്യവിളകൾക്കും നല്ല വിളവ് ലഭിക്കുകയും നല്ല വില വർദ്ധിക്കുകയും ചെയ്യും. ചില ഐറ്റംസിന് വില കുറയാം, എങ്കിലും മറ്റ് ചില വസ്തുക്കൾക്ക് വില വർദ്ധിച്ച് കിട്ടുന്നതുമാണ്. പൊതുവെ ആദിത്യൻ മേടം രാശിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഈ വിഷുഫലം ഈ വർഷം പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ്. അത് കൃഷിക്കാരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, സാമാന്യം ഭേദമായ രീതിയിൽ ഉൽപ്പാദിത മേഖലകളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക, വസ്ത്ര നിർമ്മാണവും വ്യാപാരവും, ഗൃഹനിർമ്മാണവും വ്യാപാരവും, ഷെയർ മാർക്കറ്റിങ്, ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, അതുമല്ല ഇനി മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാർ, മറ്റ് അതുമായി ബന്ധപ്പെട്ട സഹജീവനക്കാർ, ഗവൺമെൻറ് ഓഫീസേഴ്സ്, സർക്കാർ ജീവനക്കാരായിട്ടുള്ളവർ, IT മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന അനവധിയായ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ വിഷുഫലം അനുകൂലമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ നല്ലതാണ്. കൂടാതെ ദൈവാധീനവുമുള്ള സമയമാണ്. ഒരു 1-ാം തീയതി ഫലം നമ്മൾ 1-ാം തീയതി ഒരു കൈനീട്ടം വാങ്ങിച്ചാൽ നല്ല ഐശ്വര്യത്തോടുകൂടിയാണ് എങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ 1-ാം തീയതി ഒരാൾ വന്ന് കയറുക, 1-ാം തീയതി ഫലം എന്ന് പറയും. അത് ഒരു വർഷം മുഴുവൻ അല്ലെങ്കിൽ ഒരു മാസം മുഴുവൻ അതിൻ്റെ ഫലം നിൽക്കുമല്ലോ ഈ 1-ാം തീയതി കയറുന്നതിന്. നല്ല ആൾക്കാരാണെങ്കിൽ നല്ലത് ആണെന്ന് പറയും ഒരു മാസം, അല്ലെങ്കിൽ നമ്മൾ മോശമാണെന്ന് പറയും. എന്ന് പറയുന്നത് പോലെ ഈ ഒരു വർഷം വിഷുവിൻ്റെ വരവോടുകൂടി രേവതി നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത്.
അവരവർക്ക് കിട്ടുന്നതായ അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക, പ്രവർത്തിക്കുക, വിജയത്തിലെത്തിച്ച് സംശയിക്കേണ്ടതില്ല. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ലതാണ്. പ്രത്യേകിച്ച് രേവതി നക്ഷത്രക്കാർ നാഗരാജ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. ബ്രഹ്മരക്ഷസിന് പാൽപായസം പോലെയുള്ള വഴിപാടുകളോ ശ്രീകൃഷ്ണ ഭഗവാന് യഥാശക്തി അനുസരിച്ചുള്ള വഴിപാടുകളും ശനിപ്രീതികരമായ കാര്യങ്ങളുമൊക്കെ ചെയ്യുക, അവരൊരാൾ കഴിയാവുന്ന രീതി. അപ്പോൾ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരും. എല്ലാവർക്കും വിഷു ആശംസ. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നു.